ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പ് അല്ലേ? നമ്മൾ വഴി തെറ്റി ഏതോ ഗുദാമിച്ച പേര് നോക്കാതെയാണ് പോവാനിറങ്ങിയത്. സോ എക്സൈറ്റഡ്. ആദ്യമായിട്ടാണ് ഡോമിനോസ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, സാധാരണ എല്ലാവരും ട്രിപ്പിന് പോകുന്നത് വേനലവധി അല്ല തണുപ്പുള്ള സമയത്താണ്. പക്ഷെ ഞങ്ങൾ വെറൈറ്റി വേനലവധിക്കും പോകും, സമ്മർ വെക്കേഷൻ. എന്തായാലും ഞാനിത് ആദ്യമായിട്ടാണ് ഈ ചൂടത്ത് പുഴുങ്ങി അടിച്ച് പോകാൻ പോകുന്നത്. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു റിസോർട്ടിലേക്ക് നമ്മളൊരു ട്രിപ്പ് പോവാണ്. ഒരുപാട് നാൾക്ക് ശേഷം. പണ്ട് വെളുപ്പിനെ പോവാന്ന് പറഞ്ഞത് ഇപ്പൊ സമയം ഇപ്പൊ നട്ടുച്ചയായി ഗൈസ്, 1 മണിയായി. സാധാരണ ഗൈസ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ മാസവും അൽഹംദുലില്ലാ ഓരോ റിസോർട്ടിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ എന്തോ പറ്റിയല്ലേ, ജോലി കിട്ടിയതിന് ശേഷം ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് പോയത് ഡിസംബർ കഴിഞ്ഞ് ജാനുവരിയിൽ ഞാൻ ജോലിക്ക് കയറിയല്ല. ജാനുവരി ഫെബ്രുവരി ഞങ്ങൾ വേറെ കുറെ തിരക്കായിട്ട് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ വിട്ടുപോയി സത്യം പറഞ്ഞ. അപ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം ഞങ്ങൾ എവിടെയും പോയില്ല. സോ ദിസ് ഈസ് ഏപ്രിൽ ഗൈസ്. അപ്പൊ നമ്മൾ ഏപ്രിലില് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര. പക്ഷെ നമുക്ക് ഇതൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റിയിട്ടില്ല ഗൈസ്. നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്ത്, പക്ഷേ അതായത് നമ്മൾ പോകാൻ വെച്ചിരുന്ന ആ ടൈമിലാണ് എൻ്റെ ഫോൺ പൊട്ടിയത്. അപ്പോൾ നമ്മൾ ഫോൺ 2 പേരും എടുത്ത് നമ്മളത് റെഡി ക്യാഷ്. ആക്ച്വലി നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടി വെച്ചിരുന്ന പൈസ ആയിരുന്നു. അപ്പം അതിന് ഫോൺ എടുത്തു. പിന്നെ ഞാൻ പൈസ കൂട്ടി വെച്ചപ്പോൾ വേറൊരു സാധനം മേടിക്കാൻ പോവാണ്. സോ അത് കമ്മിങ് സൂൺ ആണ് ഗൈസ്. നിങ്ങൾ ഗസ് ചെയ്യണം. സോ അങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് ഇങ്ങനെ ലിഫ്റ്റായി പോയി. അതുകൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾ ഈ 3 മാസം എവിടെയും പോവാണ്ടിരുന്നത്. അപ്പൊ സാധനം എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, നിങ്ങളപ്പോ നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് കണ്ടാലേ നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ പറ്റത്തുള്ളൂ. സോ ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ വേനൽ അവധിയുടെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്, അതായത് ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പ് അല്ലേ? യെസ് ഗൈസ്, അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ട്രിപ്പിന് നമ്മൾ ഇതാ കാറിലേക്ക് കയറാൻ പോകണം. അപ്പൊ ഈ വഴി അരികിൽ വെച്ച് അപ്ഡേറ്റ്സ് കാണാം. ഓക്കെ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഈ കൊട്ട വെയിലത്ത് ഇപ്പൊ എവിടെ തേടി? തൊടുപുഴ എത്തി ഗൈസ്. തൊടുപുഴ നമ്മളെ ധ്യാനത്തിന് ജോർജുട്ടി കൊടുക്കാൻ പോയ സ്ഥലം. യെസ് ഗൈസ്, നമ്മളപ്പോ തൊടുപുഴ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി എത്ര സമയമുണ്ട്? ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. ഒരു 50 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. നമ്മുടെ ഡൗട്ട് ഇപ്പൊ അവിടെ ചെന്നാൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുമെന്നാണ്. കാരണം നമ്മൾ ഓൾറെഡി വിശന്ന് വരഞ്ഞാണ് പോകുന്നത്. അപ്പോ നമ്മള് ഒറ്റ വിടിയിലാണ് വിടുന്നത്. കാരണം ഈ വെയിലത്ത് ഇറങ്ങി ഒഴുക്കാൻ വയ്യ. സോ നമ്മൾ എന്നാലും നമ്മൾ ചിലപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാതിരിക്കില്ലേ? ചായ ചൂടത്തോ അല്ല തണുത്ത എന്തെങ്കിലും കുടിക്കായിരുന്നു. വിശപ്പില്ല, ഭയങ്കര തൊണ്ടയൊക്കെ ഇങ്ങനെ വറ്റുന്ന പോലെ. വെള്ളം കുടിക്കും. അവർക്ക് ഫ്രഷ് ജ്യൂസ് തന്നെ കുടിക്കണം കേട്ടാ. 3:30 4 മണിയൊക്കെ അപ്പൊ എന്തായാലും എനിക്കൊന്ന് ടീയിലോ കോഫിയിലോ നമ്മൾ തുടങ്ങും. ഗൈസ്, ഇവളുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഗൈസ്, എനിക്ക് ഒരുപാട് പേഴ്സണലി ജെന്യൂൻ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലുക്ക് ട്രൈ ചെയ്യുന്നത്. ഇതിൽ നിങ്ങളൊരു റേറ്റിംഗ് 5ൽ എത്ര കൊടുക്കുമെന്ന് കമന്റ് ചെയ്യട്ടെ. ഇവിടുന്ന് ഇങ്ങോട്ടാ നേരെയാണോ? അയ്യോ നോക്കട്ടെ, നേരെ ആയിരിക്കും. യെസ് നേരെ തന്നെ. അപ്പൊ ഗൈസ്, നമുക്ക് എവിടെയെങ്കിലും ജ്യൂസ് കുടിക്കാനോ ചായ കുടിക്കാനോ ഇറങ്ങണേ കാണാം. ഓക്കെ ബൈ. നമ്മൾ വഴിയരികിൽ ഒരു പൊളിച്ചായക്കട ഉണ്ട്. യെസ് ഗൈസ്, നമ്മുടെ പൊളിച്ചായക്കടയാണ്. നമ്മൾ ഭയങ്കര ഡ്രിഫ്റ്റ് ചെയ്ത് ഡൈവ് ചെയ്താണ് നമ്മൾ ഇവിടെ സൈഡ് ഒതുക്കിയിരിക്കുന്നത്. ചായക്കടയാണെന്ന് തോന്നുന്നില്ല. ജ്യൂസ് ഉണ്ടോ? കടികളും കണ്ടു. ജ്യൂസ് ഉണ്ടോ അവിടെ? ജ്യൂസ് ഉണ്ടാവുമായിരിക്കും. ഗൈസ്, അപ്പൊ നമ്മൾ പോയി ചായക്കടയിലോട്ട് പോകും. ചായക്കടയുടെ വിഷ്വൽസ് ആണ് ഇനി കാണാൻ പോകുന്നത്. കൊള്ളാം. ചില സമയം നീ പ്രാന്തിയെ പോലെ ഇരിക്കും, പക്ഷെ ഈ ഹെയർ സ്റ്റൈൽ കൊള്ളാം കേട്ടോ. ഇവിടെ ഓൾറെഡി കുറച്ച് ഫാമിലിയൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് ഫ്രഷ് കടികളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഏതാ സ്ഥലം എന്നൊന്നും അറിയാൻ വയ്യ. ജ്യൂസും ഉണ്ട്. ഓരോന്ന് പോരട്ടെ. ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഇനി പിന്നെ ഇവൻ ചായ പറഞ്ഞു, ഞാൻ ജ്യൂസ് പറഞ്ഞത് വരും. ഇനി ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഇനിയും സാധനങ്ങൾ പുതിയത് ഓർഡർ ചെയ്യും. നല്ല എണ്ണയുണ്ട്. ഗൈസ്, നമ്മൾ ഏലാഞ്ചിയും കട്ട്ലറ്റും പിന്നെ ഇതുവരെ കഴിക്കാത്ത 2 ഐറ്റമാണ് ഞാൻ ഓർഡർ ചെയ്തത്. സംഭവം ഇത് മധുരം ഫില്ല് ചെയ്തിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇത് ഞാൻ ഇതുവരെ കഴിച്ചില്ല. കാരണം നമ്മൾ എപ്പോഴും ചട്ടിപ്പത്തിൽ ചിക്കൻ അല്ലേ കഴിക്കുന്നത്, ഇത് ബീഫാണ്. സ്വീറ്റും ഉണ്ട്. അത് വേറെ നമ്മുടെ സ്വീറ്റ് കായ്പോള മറ്റേ അല്ല, ചിക്കൻ പോള സ്വീറ്റ് പോള ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അത് തന്നെ അവിടെ ഇരിക്കുന്നത്. ഇത് പക്ഷേ മച്ചു ബീഫ് ചട്ടിപ്പത്തിരിയും ഇത് മധുരമുള്ള എന്തോ. എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ ഗൈസ്, അല്ലെങ്കിൽ വീഡിയോ എടുത്തോണ്ടിരുന്ന ഇവള് ഫുള്ള് തിന്നി തീർക്കും. ഇവള് ഫ്രഷ് ജ്യൂസും ഞാൻ ചായയാണ് പറഞ്ഞത്.
ഓക്കെ ബൈ ഗൈസ്. ആക്സിഡന്റ് നമ്മളിവിടെ വന്നത് പക്ഷെ നല്ല ആംബിയൻസ്. ട്രിപ്പിൾസ് റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണിത്. ഇതിനകത്ത് ഇങ്ങനെ ഡൈനിങ് ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു അറിവ് ഇവിടെ കിട്ടി ഇവിടെ വന്നപ്പം. നമ്മളെല്ലാം അവിടെ പഴംപൊരി വാഴക്കപ്പോ തന്നെ സാധനം ഇവിടെ എന്തോ പേരെന്നറിയാം, ബോളി. ബിക്കോസ് നമ്മൾ റീജിയൻ മാറിയല്ലോ, ഇപ്പൊ തൊടുപുഴ ഇടുക്കിയിലേക്ക് വന്നല്ലോ. എന്നാലും ഇത്രയും മാറ്റം വരുമോ? ബോളി എന്നൊക്കെ മാറി. പക്ഷെ ബീഫിന്റെ കോളാണ് കേട്ടോ. ട്രിവാൻഡ്രത്തൊക്കെ ബോളി എന്ന് പറഞ്ഞ മറ്റേ സാധനം. ഫസ്റ്റിനൊക്കെ ചരുവത്തില് പൈനാപ്പിൾ ജ്യൂസ് എത്തിയിട്ടുണ്ട്. നീ പൈനാപ്പിൾ ജ്യൂസ് അല്ലേ പറഞ്ഞ? നീ ഭയങ്കര ഷുഗർ ക്രേവിങ്സ്, ഇങ്ങനെ മധുരം കഴിച്ചോണ്ടേ തോന്നുന്നു. 1 കിൻഡൽ ഓൾറെഡി അകത്താക്കി ഗൈസ്. അങ്ങനെ നമ്മൾ വാഗമൺ എത്തിയിരിക്കുകയാണ്. വാഗമൺ അല്ലേ എടുത്ത്? എത്തിയില്ല, എത്താറായുള്ളൂ ഗൈസ്. അതിന്റെ തണുപ്പൊക്കെ അടിച്ചു തുടങ്ങി. നമ്മുടെ അവിടെ ഭയങ്കര ചൂടല്ലേ? ചൂടോ പുഴുങ്ങും, പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് പുഴുങ്ങും ഇടയ്ക്ക് തണുപ്പ്. ആ ഒരു ഫീൽ. എന്നാലും കാറ്റൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ സ്ഥലം നോക്കൂ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വാഗമൺ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റൂട്ട് ഫസ്റ്റ് ടൈം. ഒരു സിനിമാറ്റിക് അന്തരീക്ഷം കണ്ടില്ലേ? അയ്യോ കൊള്ളാം ഗൈസ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ് ഗൈസ്. പിന്നെ തണുപ്പും. ഞങ്ങൾ വിചാരിച്ചു ഇവിടെയൊക്കെ കൊട്ട ചൂടായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ്. വെയിലുണ്ട് പക്ഷെ അത്ര ചൂടില്ല. രാത്രി 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഗൈസ് ഗൂഗിളിൽ കാണിക്കുന്നത്. അതെ, ഇനി അവിടെ ചെന്നാലറിയാം. ഇനിയുണ്ട് കേട്ടോ, എത്തിയില്ല. കിലോമീറ്റർ ഉണ്ട്. വലിയ മരങ്ങളൊന്നുമില്ല, ഫുള്ള് മറ്റേ സീൻ മറ്റേ നമ്മുടെ പണ്ടത്തെ മലയാള സിനിമയില് നായകന്റെ പാട്ടൊക്കെ നടക്കത്തില്ല, അതായത് മറ്റേ കൊക്കയിലൊക്കെ വീഴാൻ പോകുന്ന കാർ പോകുന്ന റോഡല്ലേ അതുപോലത്തെ. പിന്നെ പാട്ടൊക്കെ സോങ്ങിന്റെ ഒക്കെ ഷൂട്ട് നടത്തുന്ന അതുപോലത്തെ ഒരു അടിപൊളി സ്ഥലം. കുറച്ചും കൂടെ തണുപ്പ് വന്നാൽ വൈബായിരിക്കും ഗൈസ്. ഇപ്പൊ നല്ല ചൂട് ഇടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് തണുപ്പ് വരുന്നുണ്ട്. പക്ഷെ ഈ 3:30 സമയത്തൊക്കെ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം തണുപ്പാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു ഒട്ടു കടകളോ മരങ്ങളോ മനുഷ്യരെയോ കാണുന്നില്ല. പട്ടികളും കുറവാ. കണ്ടില്ലേ റേഞ്ചും ഇല്ല കേട്ടോ, റേഞ്ചും പോയാ ഗൈസ്. റിസോർട്ട് തേടി അവസാനം നമ്മൾ വഴി തെറ്റി ഏതോ ഗുദാമിന്റെ പേര് നോക്കാതെയാണ് പോവാൻ ഇറങ്ങിയത്. അതായത് വാഗമണിൽ എവിടെയാണെന്ന് ഇറങ്ങിയ റിസോർട്ടിന്റെ പേരെന്താന്ന് നോക്കിയില്ലായിരുന്നു. ഫുൾ ഒരു തെറ്റിദ്ധാരണയായിരുന്നു സംഭവം. ഞാൻ വിൽമൗണ്ട് എന്ന് പറഞ്ഞു, വിൽമൗണ്ട് റിസോർട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വിൽമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിൽമൗണ്ടിന് 2 പ്രോപ്പർട്ടി ഉണ്ട്, ഒന്ന് വയനാട് ഒന്ന് വാഗമൺ. അപ്പൊ വയനാട് നമ്മൾ നോർമൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ്, അതിനെന്താ പേര് പറയുന്നത്? പ്രിസം ഷേപ്പ് വരുന്നതാണ് എ ഫ്രെയിം ഒരു റിസോർട്ട്. വാഗമണിൽ വരുന്നത് ഡോം, നമ്മുടെ ബബിള് പോലത്തെ റിസോർട്ട്. അപ്പൊ അതാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞപ്പം ഇവള് ഡോം റിസോർട്ട് പറഞ്ഞ് സെർച്ച് ചെയ്ത് അപ്പൊ വന്നത് മോണ്ടിക്കിൾ ഗ്ലാംസ്. അതായത് ഇവൻ എന്റെ അടുത്ത് ഡോം റിസോർട്ട് എന്നാ പറഞ്ഞത്. അപ്പൊ എന്റെ മൈൻഡിൽ മൊത്തം ആ ഡോം റിസോർട്ട് നമുക്ക് താഴെ കൂടെ. എന്നിട്ട് ആ ഡോം റിസോർട്ട് സെർച്ച് ചെയ്തിട്ട് വന്നത് മോണ്ടിക്കിൾ ഗ്ലാംസ് എന്ന് പറയുന്ന റിസോർട്ട്. അതാണെങ്കിൽ വാഗമണിൽ ഒരറ്റത്ത്. എന്നിട്ട് നമ്മൾ അതാണ് ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് പോയി. അപ്പം യഥാർത്ഥത്തെ വിൽമുണ്ട് മറ്റേ അറ്റത്ത്. അങ്ങനെ 50 മിനിറ്റ് വ്യത്യാസത്തിൽ നമ്മൾ അവിടെയും ഇവിടെയുമായി പോയി. 20 കിലോമീറ്റർ. ലാസ്റ്റ് പിന്നെ നമ്മൾ അവിടെ വിളിച്ച് ചോദിച്ച് ലൊക്കേഷനൊക്കെ തപ്പി കണ്ടിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുള്ള് നമ്മളിന്ന് യാത്രയായിരുന്നു. കോപ്പ് പല ദിവസം അങ്ങ് പോയി എന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി വലിയ തെറ്റ് ഇതൊന്നും വന്നില്ല. കാരണം നമ്മൾ നിന്നോടത്തുനിന്ന് പിന്നെ നമ്മൾ എത്താറായി എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മളിങ്ങ് പോകുന്നു. തെറ്റായ അന്നോട്ടേ പറയുന്നു വിൽമൗണ്ട് എന്ന്. ഇവള് ഡോം റിസോർട്ടും സെർച്ച് ചെയ്തിട്ട് ഇതുവരെ കേൾക്കാത്തൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി. പഞ്ചവർണ്ണ പൂവേ പാലാഴി പൂവേ. ഞാൻ വാഗമണേ വരുന്നത് കുറെ നാൾക്ക് ശേഷമാണ്. പണ്ടെന്തോ വന്നതാ വാഗമൺ. ഒറ്റത്തവണ എന്തോ വന്നിട്ടുള്ളൂ. അത് ഞാൻ ഭയങ്കര ചെറുതായിരിക്കും വന്നതാ വാഗമൺ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പുതുമ ഫീൽ ചെയ്യുന്നു. ഇവൻ പിന്നെ കുറെ തവണ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്, പക്ഷെ ഈ പ്രോപ്പർട്ടിയിൽ ആദ്യമായിട്ടാണ്. സോ എനിക്കും പുതുമയുണ്ട് ഗൈസ്. ഞാനും എക്സൈറ്റഡ് ആണ് ഗൈസ്. മൂന്നാർ ഗ്യാപ്പ് റോഡിന്റെ ഒരു ഫീലാണ് ഗൈസ് നമുക്കിവിടെ കിട്ടുന്നത്. വാവ്, നോക്ക് ഗൈസ്. ഞാൻ പറയുമല്ലോ, വെറുതെ പൊങ്ങച്ചൻ പറയുമല്ലോ ഗൈസ്. നിങ്ങൾ ഇത് കാണും, എന്ത് രസമാണത്. നിങ്ങളിത് കാണുമോ ഗൈസ്? നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയത് പുഴുങ്ങിയ വെയിലത്താണെങ്കിലും അവസാനിക്കുന്നത് കോടമഞ്ഞാണ് ഗൈസ്. വാഗമണിലേക്ക് നമ്മളവിടെ കൊടുക്കുന്ന ചൂടാ നമുക്ക്
തണുപ്പുണ്ട് പുറത്ത്. നമ്മുടെ ഡോം കാണുന്ന വൈറ്റ് ഡോം ഇല്ല നോക്കിക്കോട്ടെ. അപ്പൊ നമ്മൾ എത്താറായോ? എത്താറായി. ചെറിയ ചെറിയ മരങ്ങളുടെ ഇടയിൽ കൂടെ കാണാം. ഓ അതൊക്കെ നമ്മള് അതിനകത്ത് ഏതോ ഒരു സ്ഥലത്താണ് ഗൈസ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. 600 മീറ്റർ ഉള്ളൂ നമ്മുടെ റിസോർട്ടിലേക്ക്. ആണോ? ഗൈസ് സോ എക്സൈറ്റഡ്. ആദ്യമായിട്ടാണ് ഡോമിനകത്ത് നമ്മൾ താമസിക്കാൻ പോകുന്നത്. എവിടെ നിന്നോ ആണ്. യെസ് ഗൈസ്, നമ്മൾ റിസോർട്ടുകാർ പറഞ്ഞ പോലെ തന്നെ വിൽ മൗണ്ടൻ എഴുതിയിരിക്കുന്നു. ഏലത്തോട്ടത്തിന്റെ നടുവില ഏതൻ തോട്ടം നട്ടോ. എനിക്ക് ആ ഒരു ഫീൽ എന്താണ് കാണിച്ചത്. ഗൈസ് വണ്ടിയുടെ വളി പോയി ഞാൻ. പിന്നെ വരാം. നോക്ക് ഗൈസ്, ഏലപ്പാടം ഏലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത്. ഒരുപാട് നേരമായിട്ട് നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിക്ക് പറ്റിയ വഴി കേട്ടോ, ചെറിയ വഴി. ഗൈസ് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നോക്ക്, ഞാൻ എന്നെ ഫ്യൂച്ചർ എടുക്കാമെന്ന് വണ്ടി കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ കാർ പാർക്കിങ്ങിലേക്ക് വണ്ടി ഇടാം. നമ്മൾ പ്രതീക്ഷിച്ചതിലും അടിപൊളി വൈബ് ആൻഡ് ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല ക്ലൈമറ്റും നല്ല മഴയൊക്കെ പെയ്തിട്ടേ നല്ല ആ ഒരു തണുപ്പില്ലേ, നല്ല മണ്ണിന്റെ മണമൊക്കെ ഉള്ള. പിന്നെ ഫുൾ ഏലത്തോട്ടം. യെസ് ഗൈസ്, ഒരുപാട് ഗസ്റ്റുകളുണ്ട്. എന്തായാലും നമുക്ക് റിസോർട്ടിന്റെ ഒരു അടിപൊളി ഡീറ്റെയിലിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയതോടുകൂടി ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത അടിപൊളി വ്ളോഗുമായി നാളെ വരുന്നതായിരിക്കും.